ഓം ഗം ഗണപതേ നമഃ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിൻ്റെ നമസ്കാരം. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പുണ്യകാലമാണല്ലേ ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ കർക്കിടകത്തിൻ്റെ വാവോടെ ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വലിയ ഭാഗ്യങ്ങളൊക്കെയാണ് വന്നു ചേരാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശനിദേവൻ്റെ അനുഗ്രഹം അല്ലേ. ശനിദേവൻ എപ്പോഴും ദോഷങ്ങൾ മാത്രമല്ല തരുന്നത്, മറിച്ച് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് രാജയോഗം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം കൂടിയാണ് ശനി ഭഗവാൻ. ഈ കർക്കിടക വാവിന് ശേഷം ശനിദേവൻ്റെ സവിശേഷമായ ദൃഷ്ടി കാരണം ഒരു മഹാരാജ യോഗം തന്നെയാണ് രണ്ട് രാശിക്കാർക്ക് വരാനിരിക്കുന്നത്. ഇനി അവരുടെ ജീവിതം കുബേരനെ പോലെ ഐശ്വര്യപൂർണമാകും എന്നാണ് ഗ്രഹനിലകൾ സൂചിപ്പിക്കുന്നത്. വിചാരിക്കാത്ത വഴികളിൽ നിന്നുള്ള ധനലാഭവും വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ, വർഷങ്ങളായി നിലനിരുന്ന കടബാധ്യതകളിൽ നിന്നുള്ള മോചനം എന്നിവയെല്ലാം ഈ രാശിക്കാരെ തേടിയെത്തുന്നതായിരിക്കും. നിങ്ങളുടെ രാശി ഇതിലുണ്ടോ? ആ ഭാഗ്യശാലിയെ രണ്ട് രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെയും കാണാൻ ശ്രമിക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം സുഹൃത്തുക്കളെ, ഈ കർക്കിടക വാവിന് ശേഷം ശനിദേവൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ കുബേരയോഗം വരാനിരിക്കുന്ന ആ ഒന്നാമത്തെ രാശി ഏതാണെന്ന് നോക്കിയാലോ. അതാണ് മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുക. വിചാരിച്ച കാര്യങ്ങളൊന്നും സമയത്ത് നടക്കാതെ വരിക, കയ്യിൽ പണം തങ്ങാതിരിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അല്ലേ. എന്നാൽ വരാനിരിക്കുന്ന കർക്കിടക വാവോടെ ഈ ദുരിതങ്ങൾക്ക് എല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവാൻ പോവുകയാണ്. ശനിദേവൻ്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ പതിക്കുന്നതിനാൽ വലിയ പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് മികച്ച ശമ്പളത്തോടുകൂടി പുതിയ ജോലി ലഭിക്കുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇരട്ടി ലാഭം കൊയ്യാൻ പറ്റിയ സമയവുമാണിത്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഭൂമി ഇടപാടുകൾ പെട്ടെന്നൊക്കെ നടക്കുകയും അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു തുകയൊക്കെ കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മേടം രാശിക്കാരുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാകുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആ മഹാഭാഗ്യരാശി ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. ശനിദേവൻ്റെ മാറ്റത്തിലൂടെ ജീവിതം മാറിമറിയാൻ പോകുന്ന ആ രണ്ടാമത്തെ രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാരുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വലിയ സമാധാനവും സന്തോഷവും ഈ കാലയളവിൽ വന്നു ചേരുന്നതായിരിക്കും. വർഷങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന വലിയൊരു കടബാധ്യതകളിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായൊരു മോചനം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷനും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. പൂർവിക സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കങ്ങൾ മാറി അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയവുമാണ്. കൂടാതെ ശത്രുക്കളുടെ ശല്യം കുറയുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവാനുകൂല്യം അനുഭവപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന ഈ സമയം കൃത്യമായി വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഈ രണ്ട് രാശിക്കാർക്കും വലിയ യോഗങ്ങൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ പൂർണ്ണമായ ഗുണം ലഭിക്കുന്നതിനായി കർക്കിടകവാവ് ദിവസം പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ശനിയാഴ്ചകളിൽ ശനിദേവനെ എള്ളുവിളക്ക് കത്തിക്കുകയും ഹനുമാൻ സ്വാമിയെ ഭജിക്കുകയും ദോഷങ്ങൾ അകറ്റി ഭാഗ്യം ഇരട്ടിയാക്കാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.